അസ്സലാമു അലൈക്കും. ദുബായ് KMCC കാസർഗോഡ് മണ്ഡലം എക്സിക്യൂട്ടീവ് ഗ്രൂപ്പിലെ ആദരണീയരായ നേതാക്കൾ, വിശിഷ്ട UAE KMCC ഉപദേശക സമിതി വൈസ് ചെയർമാൻ ആദരണീയനായ യഹിയ സാഹിബ്, മണ്ഡലം KMCCയുടെ കരുത്തനായ പ്രസിഡന്റ് സലാം കന്യപ്പാടി, ജില്ലാ KMCCയുടെ ഉപദേശക സമിതി ജനറൽ കൺവീനർ അനീഫ് ചെർക്കള, മറ്റു ദുബായ് KMCC സംസ്ഥാന, ജില്ലാ, മണ്ഡലം, പഞ്ചായത്ത് ഭാരവാഹികളെ, മണ്ഡലം പ്രവർത്തക സമിതി അംഗങ്ങളെ, ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ആസന്നമായിരിക്കുകയാണല്ലോ. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രബുദ്ധരായ വോട്ടർമാരാണ് കേരളത്തിലേത്. ഇന്ത്യ രാജ്യത്തെ വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏറെ പ്രസക്തിയുണ്ട്. ഒരു ഭാഗത്ത് ഐക്യ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ വർഗീയ ശക്തികൾക്കൊരിടവും നൽകാത്ത ഇവിടുത്തെ പ്രബുദ്ധരായ ജനങ്ങൾക്കിടയിൽ ഏതുവിധേനയും സ്വാധീനമുറപ്പിക്കാൻ ഉത്തരേന്ത്യൻ മണ്ണിൽ വർഗീയ കാടിറക്കി ഡൽഹിയിൽ അധികാരം കൈയടക്കിയവർ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മറുഭാഗത്ത് കേരളത്തിൻ്റെ വികസന സ്വപ്നങ്ങളെ അപ്പാടെ അവഗണിച്ചുകൊണ്ട് വിവാദങ്ങൾ സൃഷ്ടിച്ച് എല്ലാ പദ്ധതികൾക്കും തുരങ്കം വെക്കുന്ന ഇടതുപക്ഷവും അധികാരത്തിനായുള്ള നെട്ടോട്ടത്തിലാണ്. ഈയൊരു സാഹചര്യത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ ഒരു പുതിയ ഉന്മേഷം പകർന്ന ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ വീണ്ടും അധികാരത്തിലെത്തണമെന്നത് ഇവിടുത്തെ സാമാന്യ ജനത്തിൻ്റെ ആഗ്രഹവും അഭിലാഷവുമാണ്. ആയതിനാൽ ഈ സർക്കാരിൻ്റെ പിന്തുടർച്ചയ്ക്ക് വേണ്ടി പ്രവാസികളായ നമ്മളാലാവും വിധമുള്ള പ്രചരണ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കേണ്ടതായുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സമൂഹത്തിൽ ഏറെ സ്വാധീനം ചെലുത്തുന്ന സമൂഹ മാധ്യമങ്ങൾ വഴി ഓൺലൈൻ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമാകാൻ ദുബായ് കാസർഗോഡ് മണ്ഡലം KMCC തീരുമാനിച്ചിരിക്കുന്നത്. അതടിസ്ഥാനത്തിൽ വരുന്നാളുകളിൽ വ്യത്യസ്തങ്ങളായ പലവിധ പ്രചരണ പ്രവർത്തനങ്ങൾക്കാണ് കമ്മിറ്റി രൂപം നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇന്നിവിടെ ഓൺലൈനായി സംഘടിപ്പിച്ചിരിക്കുന്നത്. സാധ്യമാവുമെങ്കിൽ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി എന്നെ നെല്ലിക്കുന്ന് സാഹിബിനെ ദുബായിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ഇലക്ഷൻ കൺവെൻഷൻ നടത്തുന്നതിനെക്കുറിച്ചും മണ്ഡലം കമ്മിറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് സാധ്യമാവുമെങ്കിൽ നമുക്ക് അത്തരം പ്രവർത്തനങ്ങളുമായിട്ടും മുന്നോട്ട് പോവേണ്ടതുണ്ട്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു ഉദ്ഘാടന പരിപാടി ഓൺലൈനായിട്ടാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കാരണം ഓൺലൈൻ പ്രചരണ പരിപാടി ആയതുകൊണ്ട് തന്നെ ഓൺലൈനായി തന്നെ നമുക്കതിൻ്റെ ഉദ്ഘാടനം കൂടി നിർവഹിക്കാമെന്നും കരുതി നമ്മുടെ എല്ലാം പ്രിയങ്കരനായ UAE KMCCയുടെ ഉപദേശക സമിതി വൈസ് ചെയർമാൻ യഹിയ തളങ്കര സാഹിബാണ് നമ്മുടെ ഇന്നത്തെ ഈ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അദ്ദേഹത്തെ മണ്ഡലം KMCCക്ക് വേണ്ടി ആർദവമായി സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ നമ്മുടെ ഇന്നത്തെ ഈ ഉദ്യമത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് മണ്ഡലം KMCCയുടെ ഊർജ്ജസ്വലനായ പ്രസിഡന്റ് സലാം കന്യപ്പാടിയാണ്. അദ്ദേഹത്തെയും ആർദവമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു പരിപാടിയിൽ നമ്മുടെ സ്ഥാനാർത്ഥി കാസർഗോഡിൻ്റെ ജനകീയ MLA എന്നെ നെല്ലിക്കുന്ന് സാഹിബിനെയും കൂടി പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തെയും കൂടി മണ്ഡലം KMCCക്ക് വേണ്ടി ആർദവമായി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടിയിൽ നാം പ്രതീക്ഷിക്കുന്ന UAE KMCCയുടെ കരുത്തനായ ജനകീയനായ ജനറൽ സെക്രട്ടറി ഇബ്രാഹിം അലേറ്റിൽ സാഹിബ്, അതുപോലെ തന്നെ ദുബായ് KMCCയുടെ കരുത്തനായ പ്രസിഡന്റ് PK അൻവർ നഹ, കൂടാതെ ദുബായ് KMCCയുടെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനീഫ് ചെർക്കള, അതുപോലെ ജില്ലാ KMCCയുടെ കരുത്തനായ പ്രസിഡന്റ് അംസാദ്, സംസ്ഥാന KMCCയുടെ ജോയിൻറ്റ് സെക്രട്ടറി അനീഫ് കൽമട്ട, ജില്ലാ KMCCയുടെ ആക്ടിംഗ് ജനറൽ സെക്രട്ടറി ഹസൈൻ അർബി ചന്തടുക്ക, ട്രഷറർ നമ്മുടെ പ്രിയങ്കരനായ മുനീർ ചെർക്കള, ജില്ലാ KMCCയുടെ വൈസ് പ്രസിഡന്റ് നമ്മുടെ മണ്ഡലം KMCCയുടെ മുൻ പ്രസിഡന്റ് കൂടിയായിരുന്ന മെഹമ്മൂദ് കുളങ്കര, ഇവരെല്ലാം കൂടാതെ നമ്മുടെ
മണ്ഡലം KMCCയുടെ ട്രഷറർ ഫൈസൽ പട്ടേൽ, അതുപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തകരായ സഹഭാരവാഹികൾ, മണ്ഡലം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ നമ്മുടെ തൊട്ടടുത്ത മണ്ഡലമായ മഞ്ചേശ്വരം മണ്ഡലത്തിലെ MLA യും ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയുമായ PB അബ്ദുൾ റസാഖ് സാഹിബിനെ കൂടി നാം ഓൺലൈനായി പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തെയും കൂടി ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ ഒരു ചടങ്ങിൻ്റെ, ഈ ഒരു ഉദ്യമത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സലാം കന്യാപ്പാടിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.